സക്കറിയ അധ്യായം 11. ലബനോനെ, നിന്റെ വാതിലുകൾ തുറക്കുക, അഗ്നി നിന്റെ ദേവദാരുക്കളെ വിഴുങ്ങട്ടെ. സരളവൃക്ഷമേ വിലപിക്കുക, ദേവദാരു നിപതിച്ചു, വിശിഷ്ട വൃക്ഷങ്ങൾ നശിച്ചു. ബാഷാനിലെ കരുവേലകമേ വിലപിക്കുക, നിബിഡ വനങ്ങൾ വെട്ടിവീഴ്ത്തിയിരിക്കുന്നു. ഇതാ ഇടയന്മാർ നിലവിളിക്കുന്നു, അവരുടെ മഹത്വം അപഹരിക്കപ്പെട്ടു. ഇതാ സിംഹങ്ങൾ ഗർജിക്കുന്നു, ജോർദാൻ വനം ശൂന്യമായിരിക്കുന്നു. 2 ഇടയന്മാർ. എൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, കൊലയ്ക്ക് വിധിക്കപ്പെട്ട ആടുകളുടെ ഇടയനാവുക. വാങ്ങുന്നവർ അവയെ കൊല്ലുന്നു, അവർ ശിക്ഷിക്കപ്പെടുന്നില്ല. അവയെ വിൽക്കുന്നവർ പറയുന്നു, കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ഞാൻ ധനികനായി, സ്വന്തം ഇടയന്മാർക്ക് പോലും അവയോട് കരുണയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ദേശത്ത് വസിക്കുന്നവരുടെ മേൽ ഇനി എനിക്ക് കരുണ തോന്നുകയില്ല. ഞാൻ അവരെ ഓരോരുത്തരെയും താന്താങ്ങളുടെ ഇടയന്റെയും രാജാവിൻ്റെയും പിടിയിൽ അകപ്പെടാൻ ഇടയാക്കും. അവർ ഭൂമിയെ ഞെരിക്കും. അവരുടെ കയ്യിൽ നിന്ന് ഞാൻ ആരെയും രക്ഷിക്കുകയില്ല. ഞാൻ ആടുവ്യാപാരികൾക്കു വേണ്ടി കൊലയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന ആടുകളുടെ ഇടയനായി ഞാൻ 2 വടിയെടുത്തു. ഒന്നിന് കൃപയെന്നും രണ്ടാമത്തേതിന് ഐക്യം എന്നും പേരിട്ടു. ഞാൻ ആടുകളെ മേയിച്ചു. 1 മാസത്തിനുള്ളിൽ ഞാൻ 3 ഇടയന്മാരെ ഓടിച്ചു. ഞാൻ അവയെ കൊണ്ട് മടുത്തു. അവയ്ക്ക് എന്നോടും വെറുപ്പായി. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയനായിരിക്കുകയില്ല. മരിക്കാനുള്ളത് മരിക്കട്ടെ, നശിക്കാനുള്ളത് നശിക്കട്ടെ, ശേഷിക്കുന്നവ പരസ്പരം വിഴുങ്ങട്ടെ. ഞാൻ കൃപ എന്ന വടി എടുത്തൊടിച്ചു. അങ്ങനെ സകല ജനതകളുമായി ചെയ്ത എൻ്റെ ഉടമ്പടി ഞാൻ അസാധുവാക്കി. അന്നു തന്നെ അത് അസാധുവായി. എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ആടുവ്യാപാരികൾ ഇത് കർത്താവിൻ്റെ വചനമാണെന്ന് അറിഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് യുക്തമെന്ന് തോന്നുന്നെങ്കിൽ കൂലി തരുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സൂക്ഷിച്ചു കൊള്ളുക. അവർ എൻ്റെ കൂലിയായി 30 ഷെക്കൽ തൂക്കി തന്നു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, അത് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക. അവർ എനിക്ക് മതിച്ച നല്ല വില. ഞാൻ ആ 30 ഷെക്കൽ വെള്ളി കർത്താവിൻ്റെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ ഇട്ടു. പിന്നെ ഞാൻ ഐക്യം എന്ന വടി കുടിച്ചു. ഞാൻ ഇസ്രായേലും യൂദായും തമ്മിലുള്ള സാഹോദര്യം അവസാനിപ്പിച്ചു. കർത്താവ് എന്നോട് കൽപ്പിച്ചു, നീ ഇനി നീചനായ ഒരു ഇടയന്റെ വേഷം എടുക്കുക. ഞാൻ ദേശത്തേക്ക് ഒരു ഇടയനെ അയക്കും. അവൻ നശിക്കുന്നവയെ രക്ഷിക്കുകയോ വഴി തെറ്റിപ്പോയവയെ അന്വേഷിക്കുകയോ മുറിവേറ്റവയെ സുഖപ്പെടുത്തുകയോ ആരോഗ്യമുള്ളവയെ പോഷിപ്പിക്കുകയോ ചെയ്യാതെ കൊഴുത്തവയുടെ മാംസം തിന്നുന്നു, കുളമ്പ് പോലും പറിച്ചെടുക്കുന്നു. ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ചു കളയുന്ന എൻ്റെ നീചനായ ഇടയന് ദുരിതം. വാൾ അവൻ്റെ കൈ ഛേദിക്കട്ടെ, വലത്തുകണ്ണ് ചുഴന്നെടുക്കട്ടെ. അവൻ്റെ കൈ പൂർണ്ണമായും ശോഷിച്ചു പോകട്ടെ, അവൻ്റെ വലത്തുകണ്ണ് തീർത്തും അന്ധമാകട്ടെ. സക്കറിയ അധ്യായം 12. ജെറുസലേമിന് വാഗ്ദാനം. അരുളപ്പാട്. ഇസ്രായേലിനെ കുറിച്ചുള്ള കർത്താവിൻ്റെ അരുളപ്പാട്. ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ സ്ഥാപിക്കുകയും മനുഷ്യന്റെ പ്രാണനെ അവന്റെ ഉള്ളിൽ നിവേശിപ്പിക്കുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ജെറുസലേമിനെയും യൂദായെയും ആക്രമിക്കാൻ വരുന്ന ചുറ്റുമുള്ള ജനതകൾക്ക് ജെറുസലേമിനെ ഞാൻ ഒരു പാനപാത്രമാക്കാൻ പോകുന്നു. അവർ അതിൽ നിന്ന് കുടിച്ച് വേച്ചു വീഴും. അന്ന് ഞാൻ ജെറുസലേമിനെ ഭാരമേറിയ കല്ലാക്കും. അത് പൊക്കുന്നവർക്ക് കഠിനമായ മുറിവേൽക്കും. ഭൂമിയിലെ എല്ലാ ജനങ്ങളും അതിനെതിരെ ഒത്തുചേരും. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ കുതിരകൾക്ക് പരിഭ്രാന്തിയും കുതിരപ്പടയാളികൾക്ക് ഭ്രാന്തും വരുത്തും. ജനതകളുടെ കുതിരകളെ ഞാൻ അന്ധമാക്കുന്ന അന്ന് യൂദാഭവനത്തെ ഞാൻ കടാക്ഷിക്കും. യൂദായുടെ കുലങ്ങൾ പറയും, ജെറുസലേം നിവാസികൾക്ക് തങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൽ നിന്ന് ശക്തി ലഭിക്കുന്നു. അന്ന് ഞാൻ യൂദായുടെ കുലങ്ങളെ വിറകിനു നടുവിൽ ഇരിക്കുന്ന ജ്വലിക്കുന്ന കനൽ നിറച്ച ചട്ടി പോലെയും കറ്റകൾക്കു നടുവിൽ ബന്ധമെന്ന പോലെയും ആക്കും. അവർ ചുറ്റുമുള്ള ജനതകളെ മുഴുവൻ സംഹരിക്കും. ജെറുസലേമിൽ അപ്പോഴും നിവാസികൾ ഉണ്ടായിരിക്കും.
ദാവീദ് ഭവനത്തിന്റെയും ജെറുസലേം നിവാസികളുടെയും മഹത്വം യൂദായുടെ മേൽ ഉയരാതിരിക്കേണ്ടതിന് കർത്താവ് ആദ്യം യൂദായുടെ നഗരങ്ങൾക്ക് വിജയം നൽകും. അന്ന് ജെറുസലേം നിവാസികളെ പരിച കൊണ്ട് മറയ്ക്കും. അവരുടെ ഇടയിലെ ഏറ്റവും ദുർബലനായവൻ അന്ന് ദാവീദിനെ പോലെയാകും. ദാവീദ് ഭവനം ദൈവത്തെ പോലെ, കർത്താവിന്റെ ദൂതനെ പോലെ അവരെ നയിക്കും. അന്ന് ഞാൻ ജെറുസലേമിനെതിരെ വരുന്ന സകല ശത്രുക്കളെയും നശിപ്പിക്കും. ഞാൻ ദാവീദ് ഭവനത്തിന്റെയും ജെറുസലേം നിവാസികളുടെയും മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ അവർ കരയും. ആദിജാതനെ പ്രതി എന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും. അന്ന് അദ്രിമ്മോനെ പ്രതി മെഗിദോ സമതലത്തിലുണ്ടായ വിലാപം പോലെ ജെറുസലേം വിലപിക്കും. ദേശത്തെ ഓരോ ഭവനവും പ്രത്യേകം പ്രത്യേകം വിലപിക്കും. ദാവീദ് ഭവനവും അവരുടെ സ്ത്രീകളും, നാഥാൻ ഭവനവും അവരുടെ സ്ത്രീകളും, ലേവി ഭവനവും അവരുടെ സ്ത്രീകളും, ഷിമെയി ഭവനവും അവരുടെ സ്ത്രീകളും, മറ്റു ഭവനങ്ങളും അവരുടെ സ്ത്രീകളും പ്രത്യേകം പ്രത്യേകം വിലപിക്കും.